Hi students, welcome back to our lecture. Last class we were discussing about relative income hypothesis, and we said that there are two hypotheses which comes below relative income hypothesis of S. Duesenberry, and the first hypothesis was relative income hypothesis, and we discussed about it in the last class. The second hypothesis that comes below RIH, that is relative income hypothesis, is past peak income hypothesis. What does it mean? Duesenberry hypothesized that the present consumption of the families is influenced not just by current income but also by the levels of past peak incomes. ഡ്യൂസൻബറി ഈ ഹൈപ്പോത്തസിസിലൂടെ പറയുന്നത് എന്താണ്? ദ പ്രസൻറ്റ് കൺസംഷൻ ഓഫ് ദ ഫാമിലീസ്, ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനവിഭാഗത്തിൻ്റെ പ്രസൻറ്റ് കൺസംഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈസ് ഇൻഫ്ലുവൻസ് നോട്ട് ജസ്റ്റ് ബൈ കറണ്ട് ഇൻകം, നിലവിലുള്ള അവരുടെ ഇൻകമുമായി ബന്ധപ്പെട്ടതല്ല, ബട്ട് ഓൾസോ ബൈ ദ ലെവൽസ് ഓഫ് പാസ്റ്റ് പീക്ക് ഇൻകംസ്. കഴിഞ്ഞ കാലത്ത് അവരുടെ വരുമാനം എത്രയായിരുന്നു അതിനനുസരിച്ചിരിക്കും ഇപ്പോഴത്തെ അവരുടെ കറണ്ട് കൺസംഷൻ. This hypothesis says that the consumption spending of family is largely motivated by the habitual behavior pattern. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ വരുമാനം 10,000 രൂപയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ വരുമാനം 10,000 രൂപയായിരുന്നെങ്കിൽ, തൊട്ടടുത്തൊരു മാസം അത് 15,000 രൂപയായി വർദ്ധിച്ചാലും കഴിഞ്ഞ ഒരു വർഷം നമ്മൾ സ്വീകരിച്ചു പോരുന്നിരുന്ന നമ്മുടെ ചില സ്വഭാവ രീതികളുണ്ട്. കൺസംഷൻ, ഹാബിച്വൽ ബിഹേവിയറൽ പാറ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ വരുമാനം ഓരോ മാസവും 10,000 രൂപയായിരുന്നു. ആ രീതിയിലാണ് നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നത്. So when it suddenly increases, that is the income increases from 10,000 to 15,000 per month, it takes time to increase, it takes time to have an increase in the consumption. നമ്മുടെ കൺസംഷൻ വർദ്ധിക്കാൻ, ഇൻകം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും കൺസംഷൻ വർദ്ധിക്കാൻ ഇറ്റ് ടേക്സ് ടൈം. കാരണം നമ്മുടെ കൺസംഷൻ സ്പെൻഡിങ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇറ്റ്സ് largely motivated by the habitual behavior pattern. എന്താണ് ഹാബിച്വൽ ബിഹേവിയർ പാറ്റേൺ എന്ന് പറയുന്നത്? കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ സ്വീകരിച്ചു പോന്നിരുന്ന കൺസംഷൻ പാറ്റേൺ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ 10,000 rupees പെർ മന്ത് ഇൻകം. സോ അത് 15,000 രൂപയാകുമ്പോൾ, ഒറ്റയടിക്ക് 15,000 രൂപയാകുമ്പോൾ എന്താണ് അതിൻ്റെ കൺസംഷൻ, ആ ഒരു രീതിയിലേക്ക് കൺസംഷൻ വർദ്ധിപ്പിക്കുന്നത് it will be in a slow pace. അതാണ് second hypothesis of Duesenberry says. Duesenberry hypothesized that the present consumption of the families is influenced not just by current income but also by the levels of past peak income. ഇപ്പോഴത്തെ പ്രസൻറ്റ് കൺസംഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പ്രസൻറ്റ് ഇൻകമുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ പാസ്റ്റ് പീക്ക് ഇൻകംസ്. കഴിഞ്ഞ വർഷം, അതായത് തൊട്ട് മുമ്പേ നമ്മുടെ വരുമാനം എത്രയായിരുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രസൻറ്റ് കൺസംഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് നേരെ ഓപ്പോസിറ്റ് നോക്കുക. കഴിഞ്ഞൊരു വർഷമായിട്ട് 15,000 രൂപയാണ് നമ്മുടെ വരുമാനം, ഇൻകം, ആൻഡ് സഡൻലി ഇറ്റ് ഡിക്രീസസ് ടു 10,000. അപ്പോൾ കഴിഞ്ഞൊരു മാസം 15,000 രൂപ ആയിരുന്നപ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ, കൺസംഷൻ എങ്ങനെയായിരുന്നു? 10,000 രൂപയായി കുറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൺസംഷൻ പാറ്റേൺ കുറക്കുക സാധ്യമല്ല. അതാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് മോട്ടിവേറ്റഡ് ബൈ ഹാബിച്വൽ ബിഹേവിയറൽ പാറ്റേൺ. ഒരു ഹാബിറ്റ്, ഒരു ബിഹേവിയർ നമ്മുടെ കൺസംഷൻ പാറ്റേണിൽ കയറി കൂടിയിട്ടുണ്ട്, ഒരു ബിഹേവിയർ. അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുറക്കുക സാധ്യമല്ല എന്നാണ് സെക്കൻഡ് ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇഫ് കറണ്ട് ഇൻകം റൈസസ്, ഹൗസ് ഹോൾഡ്സ് ടെൻഡ് ടു കൺസ്യൂം മോർ ബട്ട് സ്ലോലി. ഇപ്പോഴത്തെ നമ്മുടെ വരുമാനം വർദ്ധിച്ചാൽ ഹൗസ് ഹോൾഡ്സ് ടെൻഡ് ടു കൺസ്യൂം മോർ, കൂടുതൽ കൺസ്യൂം ചെയ്യാൻ ഹൗസ് ഹോൾഡ്സ് ശ്രമിക്കും, ബട്ട് സ്ലോലി. This is because of the relatively low habitual consumption pattern.
And the reason being that our behavioral consumption pattern was low, and suddenly when there is an increase in income, it is not possible to increase the consumption. On other hand, if current income decline, നിലവിലെ നമ്മുടെ വരുമാനം കുറയുകയാണെങ്കിൽ, these households do not immediately reduce their consumption. പെട്ടെന്ന് തന്നെ ഹൗസ് അവരുടെ കൺസംഷൻ കുറക്കുകയില്ല. as they find it difficult to reduce their consumption established by previous peak income. കഴിഞ്ഞ കാലത്തെ ഉയർന്ന വരുമാനം അവർക്കൊരു കൺസംഷൻ പാറ്റേൺ ശീലിച്ചിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് കുറക്കാൻ ആ കൺസംഷൻ പാറ്റേൺ കുറക്കാൻ സാധ്യമല്ല. ദിസ് ഹൈപ്പോത്തസിസ് ദസ് ജനറേറ്റ്സ് എ നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഫങ്ഷൻ. അപ്പോൾ ഈ ഹൈപ്പോത്തസിസ് എന്താണ് മുന്നോട്ട് വെക്കുന്നത്? ഇറ്റ് ജനറേറ്റ്സ് എ നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഫങ്ഷൻ. നോൺ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഇൻകമിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചായിരിക്കില്ല കൺസംഷനിൽ മാറ്റമുണ്ടാകുന്നത്. There used to be a change, but the change is not proportional. Proportional എന്ന് പറഞ്ഞാൽ എന്താണ്? വർധന ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറവുണ്ടാവുകയാണെങ്കിൽ ആ ചേഞ്ചിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും ഫോർ എ ലോങ് റൺ. പക്ഷെ അതല്ല ഈ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇൻകം പെട്ടെന്ന് വർദ്ധിച്ചാൽ കൺസംഷനിൽ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവുകയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഷോർട്ട് റൺ മാറി ലോങ് റൺ ആയാൽ ദർ യൂസ് ടു ബി എ ചേഞ്ച്. സോ ഇനി ഡ്യൂസൻബെറി മുന്നോട്ട് വെച്ച ഈ ഹൈപ്പോത്തസിസുകളുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡ്യൂസൻബെറീസ് എക്സ്പ്ലനേഷൻ ഓഫ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ക്യാൻ നൗ ബി ഡെമോൺസ്ട്രേറ്റഡ് ആസ് സോ. അപ്പോൾ ഷോർട്ട് റൺ ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ രണ്ട് ഡിഫറൻസിയേഷൻ എവിടെയാണ് വരുന്നത്? നമ്മുടെ സെക്കൻഡ് ഹൈപ്പോത്തസിസിലാണ് വരുന്നത്. സെക്കൻഡ് ഹൈപ്പോത്തസിസിലെ പാസ്റ്റ് പീക്ക് ഇൻകം ഹൈപ്പോത്തസിസിൽ എന്താണ് പറയുന്നത്? ഷോർട്ട് റണ്ണിലാണെങ്കിൽ അഥവാ ഇൻകമിൽ മാറ്റമുണ്ടായ ഷോർട്ട് റണ്ണിലാണെങ്കിൽ കൺസംഷനിൽ പ്രകടമായ മാറ്റം കാണുക സാധ്യമല്ല. ബട്ട് ഇൻ ലോങ് റൺ ദർ യൂസ് ടു ബി ചേഞ്ച്. ഈ രണ്ടും ലോങ് റൺ ഷോർട്ട് റൺ ചേഞ്ചസ് നമ്മൾ ഈ ഗ്രാഫിൽ കാണുന്നതായിരിക്കും. സൈക്ലിക്കൽ റൈസ് ആൻഡ് ഫോൾ ഇൻ ഇൻകം ലെവൽസ് പ്രൊഡ്യൂസ് എ നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പ് ലേബിൾഡ് ആസ് CSR. ഗ്രാഫിൽ CSR എന്ന ഒരു കർവ് കാണും. അതെന്താണ്? കൺസംഷൻ ഫംഗ്ഷൻ ഇൻ ഷോർട്ട് റൺ. അതാണ് നമ്മൾ പറഞ്ഞത് സൈക്ലിക്കൽ റൈസ് ആൻഡ് ഫോൾ ഇൻ ഇൻകം ലെവൽസ് പ്രൊഡ്യൂസ് എ നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പ്. ഷോർട്ട് റണ്ണിൽ വരുമാനം കൂടുകയും കുറയുകയും ചെയ്യുന്നത് നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഫംഗ്ഷനാണ് ഉണ്ടാക്കുന്നത്. അതാണ് CSR എന്ന കർവ് മൂലം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഗ്രാഫിൽ ആ കർവ് കാണാം. CSR കൺസംഷൻ ഫംഗ്ഷൻ ഇൻ ഷോർട്ട് റൺ. ഇൻ ദ ലോങ് റൺ ആസ് സച്ച് ഫ്ലക്ച്വേഷൻസ് ഓഫ് ഇൻകം ലെവൽസ് ഗെറ്റ് സ്മൂത്തൻഡ്. ഇനി ലോങ് റണ്ണിൽ ഇത്തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് പ്രകടമായിട്ട് കാണുകയില്ല. കാരണം ലോങ് റണ്ണിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നും കാണുകയില്ല. ഇറ്റ് യൂസ് ടു ബി ഇൻ എ പ്രൊപ്പോർഷണൽ വേ. വൺ ഗെറ്റ്സ് എ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പ്. അങ്ങനെ ലോങ് റണ്ണിൽ നമുക്ക് പ്രൊപ്പോർഷണലായ കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പാണ് ഉണ്ടായിരിക്കുക. ഇറ്റ് ഈസ് ലേബിൾഡ് ആസ് CLR. ഓക്കെ, ദാറ്റ് ഈസ് ആ കർവ് കൺസംഷൻ ഫംഗ്ഷൻ, ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ കർവ്. It begins from the origin and lays close to the 45-degree line. Okay, as national income rises, consumption grows along the long run consumption, that is CLR. At present, the income is at Y0. അല്ലേ, Y0 ഇൻകം ആണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ എത്രയാണ് കൺസംഷൻ വരുന്നത്? C0. That is in the on the long run consumption curve. CLR എന്ന കർവിന്മേൽ Y0 ആണ് ഇൻകം എങ്കിൽ C0 ആണ് കൺസംഷൻ. അപ്പോൾ നാഷണൽ ഇൻകം വർദ്ധിച്ചു. Y0 എന്നത് Y1 ആയിട്ട് ഇൻകം വർദ്ധിച്ചു. അപ്പോൾ കൺസംഷൻ എത്ര ആയിട്ട് വർദ്ധിക്കും? ഇറ്റ് ഈസ് ഇൻ ലോങ് റൺ ദ കൺസംഷൻ ഇൻക്രീസ് ടു C1. അല്ലേ, ലോങ് റൺ കർവിന്മേലാണ് ഉള്ളത് CLR.
കൺസംഷൻ എന്തായും Y1 ഇൻകം Y1 ആയി വർദ്ധിച്ചാൽ കൺസംഷൻ C1 ആയിട്ട് വർദ്ധിക്കും. Now let us assume that the recession occurs leading to a fall in income level to OY0 from the previously attained peak income of OY1. Y1 ആയിട്ട് എന്താണ് ഇൻകം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് സഡൻലി ദ ഇൻകം ഡിക്രീസസ്, ഒരു റിസഷൻ ഉണ്ടായി, സഡൻലി ദ ഇൻകം ഡിക്രീസസ് ടു Y0. Y0യിലേക്ക് ഇൻകം കുറഞ്ഞു വരുന്നു. അപ്പോൾ കൺസംഷൻ C0 ആയിട്ട് കുറയുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. They hesitate in reducing their consumption standard along CLR. അഥവാ ലോങ് റൺ കൺസംഷൻ കർവിലൂടെ അവരുടെ കൺസംഷൻ കുറക്കാൻ ഹൗസ് ഹോൾഡുകൾ മടിക്കും. ദേ ഹെസിറ്റേറ്റ്. കാരണം അത് എന്താണ്, പെട്ടെന്നുണ്ടായ ഇറ്റ് വാസ് എ സഡൻ ചേഞ്ച് ഇൻ ദെയർ ഇൻകം ഡ്യൂ ടു റിസഷൻ. സോ കൺസംഷൻ വിൽ നോട്ട് ഡിക്ലൈൻ ടു C0. കൺസംഷൻ C0യിലേക്ക് കുറഞ്ഞു വരികയില്ല, ബട്ട് ടു C1. ഓക്കെ, അപ്പോൾ C1 ഡാഷ് എന്ന് പറയുന്നത് ഏത് കർവിന്മേലാണ്? C1 ഡാഷ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ കൺസംഷൻ കർവിന്മേലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ Y1 ഇൻകം Y1 ആകുമ്പോൾ കൺസംഷൻ C1 ആയിരുന്നു, ആൻഡ് ഇറ്റ് ഈസ് ഓൺ ലോങ് റൺ കൺസംഷൻ കർവ്. ഇൻകം Y0 ആയിട്ട് കുറഞ്ഞപ്പോൾ ഡ്യൂ ടു എ റിസഷൻ ഇറ്റ് ഈസ് എ സഡൻ ചേഞ്ച്, സഡൻ ഡിക്രീസ് ഇൻ ഇൻകം, ബട്ട് ദ കൺസംഷൻ വിൽ നോട്ട് ഡിക്രീസ് ടു C0 ഓൺ CLR curve, but it decreases to C1 dash on CSR, that is short run consumption curve. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫ് മനസ്സിലായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഇൻകം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇൻകം വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. Y0യിൽ നിന്ന് Y1ലേക്ക് ഇൻകം വർദ്ധിക്കുന്നു. Y0 ഇൻകം ആയിരുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൺസംഷൻ എത്രയായിരുന്നു? C0. ദാറ്റ് ഈസ് നമ്മൾ ലോങ് റൺ കൺസംഷൻ കർവിന്മേലാണ് ഇത് മെഷർ ചെയ്യുന്നത്. സോ ലോങ് റണ്ണിൽ ഇൻകം വർദ്ധിക്കുന്നത് കൺസംഷൻ എന്താക്കും? C0യിൽ നിന്ന് C1ലേക്ക് കൺസംഷൻ വർദ്ധിക്കും. എന്നാൽ ബിക്കോസ് ഓഫ് എ റിസഷൻ, ഒരു റിസഷൻ ഉണ്ടായി, പെട്ടെന്ന് തന്നെ ഇൻകം കുറഞ്ഞു. Y1 ഉള്ള ഇൻകം Y0 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കണം? C1 കൺസംഷൻ ഉണ്ടായിരുന്നത് C0 ആയിട്ട് കുറയേണ്ടതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പാസ്റ്റ് പീക്ക് ഇൻകം ഹൈപ്പോത്തസിസ് കാരണം C1 C0 ആയിട്ട് കുറയുകയില്ല, പക്ഷെ C1 ഡാഷ് ആയിട്ട് കുറയുകയേ ചെയ്യുള്ളൂ. അഥവാ കൺസംഷനിൽ വരുന്ന ചേഞ്ച് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കൺസംഷൻ, ആ കോമ്പിനേഷൻ ഏത് കർവിന്മേലാണുള്ളത്? ഷോർട്ട് റൺ കൺസംഷൻ കർവിന്മേലാണ് ഉള്ളത്. അതാണ് എന്ത്? C1 ഡാഷ് Y0 ആവ രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്യുന്നത് ഷോർട്ട് റൺ കൺസംഷൻ കർവിന്മേൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.